ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരി എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഹൃദ്യമായി ധ്യാനിക്കുവാനും പഠിക്കുവാനും ജീവിതാനുഭവമായി രൂപാന്തരപ്പെടുത്തുവാനുമുള്ള വലിയൊരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിലെ ഓരോ കീർത്തനങ്ങളും, ഓരോ വാചകങ്ങളും, ഓരോ വാക്കുകളും ജീവിതത്തിൻ്റെ ഓരോരോ സ്ഥാനങ്ങളിലായിരിക്കുന്ന, അവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജീവിത ഭാഗമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുവാനും നാം മുന്നിട്ടിറങ്ങണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ 1-ാം സങ്കീർത്തനം മുതൽ 19-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഈ ധ്യാനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി രൂപാന്തരപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിൽ 19-ാം സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 19-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇപ്രകാരമാണ് തുടങ്ങുന്നത്: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാകുന്നു, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവയാകുന്നു, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളവയുമാകുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് വ്യക്തമായൊരു സാക്ഷ്യം സങ്കീർത്തനക്കാരൻ നൽകുകയാണ്. 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹീതമായ പ്രകൃതി വർണ്ണനയിലൂടെ ആരാധനയുടെ ആ ദൈവമഹത്വത്തിൻ്റെ, അതിൻ്റെ വ്യാപനത്തിൻ്റെ, സാക്ഷ്യത്തിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു. തുടർന്ന് വീണ്ടും പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം എങ്ങനെയുള്ളതാണ്, യഹോവയുടെ പ്രമാണത്തിൻ്റെ ആഴം, യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെ ആഴവും പരപ്പും, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന 1-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇവിടെ വീണ്ടും യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയാണ്. പഴയ നിയമകാലത്തെ ന്യായപ്രമാണം വലിയവനായ ദൈവം മോശ മുഖേന ഇസ്രായേലിന് നൽകി. ഇസ്രായേലിന് തൻ്റെ ന്യായപ്രമാണം നൽകുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സീനായി മാമലയിലേക്ക് താണിറങ്ങി വന്നു. തൻ്റെ സ്വന്തം കൈകൾ കൊണ്ടെഴുതിയ 10 കൽപ്പനകൾ 2 കൽപ്പലകകളിലാക്കി മോശയ്ക്ക് നൽകുന്നു. ഈ ന്യായപ്രമാണം ദൈവവും മനുഷ്യനുമായിട്ടും മനുഷ്യനും മനുഷ്യനുമായിട്ടുമുള്ള നല്ല ബന്ധത്തിൻ്റെ പ്രകടമായൊരു ഉദാഹരണമാണ്. അതിൻ്റെ ലിഖിത രൂപമാണ്. ആ ലിഖിത രൂപത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം യഹോവയുടെ ന്യായപ്രമാണം. അതായത് ന്യായപ്രമാണം എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രമാണം, അവൻ്റെ ന്യായത്തിൻ്റെ പ്രമാണം എന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ന്യായത്തിൻ്റെ പ്രമാണം എന്ന് വെച്ചാൽ ന്യായം ഉടലെടുക്കുന്നത് മനസ്സിൽ നിന്നാണ്, ദൈവത്തിൻ്റെ ഇച്ഛയിൽ നിന്നാണ്, ആലോചനയിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ദൈവന്യായത്തിൻ്റെ പ്രമാണം, ദൈവ ഇച്ഛയുടെ പ്രമാണം, ദൈവ മനസ്സിൻ്റെ പ്രമാണം, ഹൃദയത്തിൻ്റെ പ്രമാണം, ദൈവ പദ്ധതിയുടെ പ്രമാണം, അതൊരു പ്രമാണമാണ്.
നമ്മൾ ഈ പ്രമാണമെന്ന് പലപ്പോഴും പറയാറുള്ളത് വസ്തുവകകളുടെ പ്രമാണത്തെപ്പറ്റി പലപ്പോഴും പറയാറുണ്ട്. പ്രമാണം എഴുതുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പ്രമാണമുള്ളവൻ പ്രമാണി എന്ന് പഴയ കാലത്ത് പറയുമായിരുന്നു. എന്നാൽ അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഓർത്തോണം, ദൈവം എഴുതിത്തരുന്ന ഒരു ഉടമ്പടിയാണ് ഈ പ്രമാണമെന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കൾ മക്കൾക്ക് ഭാഗപത്രം എഴുതി കൊടുക്കും. ഭാഗപത്രം എഴുതി കൊടുക്കുമ്പോൾ പ്രമാണം കൊടുക്കുക എന്നാണ് പറയുന്നത്. അത് വസ്തുവകകളുടെ ആകാം, ബിൽഡിങ്ങിൻ്റെ ആകാം, സ്വത്തുവകകളുടെ ആകാം, അവകാശത്തിൻ്റെ പ്രമാണം കൊടുക്കുകയാണ്. ആയതുപോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ലിഖിത രൂപത്തിൽ എഴുതപ്പെട്ട ഏതാനും ചില ഉപദേശങ്ങൾ മാത്രമല്ല, അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ചില ഭാഗപത്രമാണ്, രജിസ്റ്റേർഡ് പ്രമാണമാണത്. തൻ്റെ തിരുരക്തത്താൽ മുദ്രയിടപ്പെട്ട പുതിയ നിയമകാലത്ത് തൻ്റെ ചോരയും ജീവനും നൽകി മാംസവും നൽകി മനുഷ്യനുമായിട്ട് ഒപ്പിട്ട പ്രമാണമാണ്. മോശയ്ക്ക് പഴയ നിയമകാലത്ത് ദൈവം ആ പ്രമാണം നൽകിയെങ്കിൽ, അതൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകിയതെങ്കിൽ, പുതിയ നിയമത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിലൂടെ, ആ തിരുശരീര രക്തങ്ങളുടെ സംവേദനത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ ആ പ്രമാണം പുതുക്കി നൽകുകയാണ് ചെയ്തത്. ഒരു പുതിയ പ്രമാണം നൽകുകയാണ് ചെയ്തത്. ഇവിടെ ഓർത്തോണം, ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത്രമാത്രം ആഴമേറിയ പ്രമാണമാണ്. അതിന് ചില പദ്ധതികളുണ്ട്, അതിനുവേണ്ടി കാത്തിരുന്നവരുണ്ട്, അത് സംവേദിപ്പിച്ചവരുണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യനുമായിട്ട് നടത്തിയൊരു സംവേദനം, ആ പ്രമാണത്തിൽ ദൈവവും മനുഷ്യനുമായിട്ട് എങ്ങനെ സംവേദിക്കണമെന്നുള്ള പ്രത്യേകമായ സാക്ഷ്യമുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തോട് അടുക്കണം, ദൈവത്തോട് എങ്ങനെ സംസാരിക്കണം എന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഭാഷ മനുഷ്യന് അറിയത്തില്ലല്ലോ. മനുഷ്യൻ്റെ ഭാഷ പോലും എല്ലായിടത്തും അറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, മനുഷ്യന് ദൈവവുമായി സംവേദിക്കുവാൻ തക്കവണ്ണമുള്ള ഭാഷയായി, സമ്മതപത്രമായി, ഉറപ്പിനുള്ള ആധികാരിക രേഖയായി ന്യായപ്രമാണത്തെ കാണാം. ആ ന്യായപ്രമാണത്തെക്കുറിച്ച് സങ്കീർത്തനകാരൻ പറയുകയാണ്, അത് തികവുള്ളതാണ്. ആ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, അതിൻ്റെ വിശകലനങ്ങളാണ് പുതിയ പഴയ നിയമ പ്രമാണങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഉള്ളത്. അപ്പോൾ ഓർത്തോണം, അത് തികവുള്ളതാണ്, കുറവില്ലാത്തതാണ്. ഒരു കാര്യം തികവുള്ളതെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ആ തികവിൻ്റെ പിന്നിൽ നമ്മളുടെ കണ്ണുകളിലുള്ള തികവ് മാത്രമല്ല. മനുഷ്യനൊരു കാര്യത്തെക്കുറിച്ച് തികവുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ന് പറയുന്നതല്ല, നാളെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിനൊരു ഉറപ്പില്ല. പക്ഷേ ദൈവത്തിൻ്റെ തികവെന്ന് പറഞ്ഞാൽ ഓർത്തോണം, മാറ്റമില്ലാത്തതാണ്, അനാദിയായിട്ടുള്ളതാണ്, ആദ്യവും അന്തവുമില്ലാത്തതാണ്. ആൽഫയും ഓമേഗയും എന്ന് പറയുന്ന ആ ദൈവ പദ്ധതിയുടെ ഒരു പൂർണ്ണതയുടെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിങ്ങളും ഞാനുമൊക്കെ ജീവിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പല പ്രമാണങ്ങളും രജിസ്റ്റർ ചെയ്യുന്നവരും, പ്രമാണങ്ങൾ കൊടുക്കുന്നവരും, പ്രമാണങ്ങളുടെ ഭാഗമാകുന്നവരും, പ്രമാണം കാത്തുവച്ചേക്കുന്നവരുമാണ് നമ്മൾ. പ്രമാണി എന്ന് പേരെടുക്കാൻ താല്പര്യമുള്ളവരുമാണ് നമ്മൾ. എന്നാൽ ഒറ്റ കാര്യം പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം, ദൈവമേ, എൻ്റെ പ്രമാണങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ട്, ഞാൻ എഴുതിയ പ്രമാണങ്ങളൊക്കെ മാറ്റി എഴുതാം, അതിന് അപജയങ്ങളുണ്ട്, ഇനിയും അത് ശരിയാക്കാനുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൃഷ്ടിയിലും ആലോചനയിലും വന്ന ഒരു ചിന്താധാരകളാണ് ആ പ്രമാണത്തിലുള്ളത്. ഞാൻ എഴുതി കൊടുത്ത പ്രമാണം പലപ്പോഴും പൂർണ്ണമാകാതെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മക്കൾ തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലിയിട്ടുണ്ട്. മരണശേഷവും പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രമാണങ്ങളുടെ പേരിൽ. അതുമാത്രവുമല്ല, ആ പ്രമാണങ്ങൾ പലപ്പോഴും നമുക്ക് സംതൃപ്തിദായകവുമല്ലാതിരുന്നിട്ടുണ്ട്. ആർക്കും സംതൃപ്തി കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള പ്രമാണങ്ങൾ. സുറിയാനി പാരമ്പര്യത്തിൽ അപ്രയം പിതാവിൻ്റെ അവസാന ദിനത്തെക്കുറിച്ച് പറയുന്നു. അപ്രയം, ഞാൻ മൃതി പോകുന്നു, ഞാൻ മരിക്കാൻ പോകുകയാണ്, മൃതിശാസനം എഴുതുകയാണ്. എന്ന് വെച്ചാൽ മൃതിശാസനത്തിൽ, അന്ത്യകൽപ്പനയിൽ, അന്ത്യ ഉപദേശത്തിൽ, അന്ത്യപ്രമാണത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലയോ മക്കളെ, നിങ്ങൾ പരസ്പരം പോരടിക്കരുത്, രാവും പകലും ദൈവത്തെ വിളിച്ചോണം, പ്രാർത്ഥിച്ചോണം, നന്മകൾ ചെയ്തോണം, ന്യായപ്രമാണത്തിൽ തികവുള്ളവരാകണം. ഇങ്ങനെ അപ്രയം പിതാവ് താൻ എഴുതുന്ന ആ അവസാനത്തെ മൃതിശാസനമാകുന്ന പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ മൃതിശാസനം പ്രമാണമെന്ന് പറയുന്ന അതാ. നമ്മളുടെ പ്രമാണങ്ങളും ആലോചനകളുമൊക്കെ എത്ര രജിസ്റ്റർ ചെയ്താലും അത് പൂർണ്ണമാകണമെന്നില്ല. അത് പലരും അതിനുവേണ്ടി പോരടിക്കും, കിട്ടിയവരും കിട്ടാത്തവരും പോരടിക്കും. നമ്മളുടെ പ്രമാണങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് അത് തലമുറ എന്ത് ചെയ്തു എന്നും നോക്കണം, അത് ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നും നോക്കണം. അതുകൊണ്ടത് അപൂർണമായിട്ട് മാറിയേക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ തികവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ,
യഥാർത്ഥ പ്രമാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ തികവുള്ളവനാണ്, അവനാണ് പ്രമാണി. ദൈവകരുണയിൽ സങ്കേതപ്പെടുന്നവൻ ആ പ്രമാണിയാണ്. നമ്മുടെ ജീവിതത്തിലും ഓർത്തോണം, തികവുള്ള പ്രമാണം പ്രാപിക്കുവാൻ തക്കവണ്ണം തികവില്ലാത്ത, പൂർണ്ണതയില്ലാത്ത ഭൗതിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്കൊരു വിമോചനം വേണം, ഒരു പ്രാർത്ഥനയുടെ അനുഭവം വേണം. കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അതൊക്കെ ആവശ്യമാണ്. ഇവിടെ വീണ്ടും പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ്റെ പ്രാണനെ നീതിപാതകളിൽ കൂടി നടത്തുന്നു, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുന്നില്ല. എത്രയോ ഹൃദ്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു സംവേദനക്ഷമത, എൻ്റെ പ്രാണനെ സന്തോഷിപ്പിക്കുന്ന ഒരു ആത്മീയത, ആത്മീകമായ പരിജ്ഞാനം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനുണ്ട്. പ്രാണനെ തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ തണുപ്പിക്കുക എന്ന് പറയുന്ന വാക്കിന് തത്തുല്യമായി സന്തോഷിപ്പിക്കുക, മൃദുവാക്കുക, പ്രാണനെ സംരക്ഷിക്കുക, പങ്കുവയ്ക്കുക, ഇങ്ങനെ ഒത്തിരി അർത്ഥങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുക എന്ന് പറയുന്നത് ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ആത്മീയതയുടെ അനുഭവമാണ് അവിടെയുള്ളത്. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആത്മീക അനുഭവം എന്ന് പറയുമ്പോൾ ഓർത്തോണം, അത് വാക്കുകൾ കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ചിന്തകൾ കൊണ്ട് സ്വപ്നം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ഓർത്തോണം, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നുണ്ട്. പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാണൻ ചൂടുപിടിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, ടെൻസ്ഡ് ആകുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണമാണ് ഒരു മനുഷ്യന് വേണ്ടത്. ശരീരവും ബുദ്ധിയും ചൂടുപിടിക്കുന്നതോടൊപ്പം പ്രാണനും ചൂടുപിടിക്കുന്നുണ്ട്, ആത്മാവും ചൂടുപിടിപ്പിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ചൂടുപിടിക്കൽ എന്ന് പറയുന്നത്, പ്രാണൻ്റെ ചൂടുപിടിക്കൽ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ചില നിലപാടുകളുടെയും ഇടപാടുകളുടെയും സാന്നിധ്യത്തിൽ വരുന്നതാണ്. ഈ ചൂട് ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കുന്നതായിരിക്കും. നമുക്കറിയാം, വാഹനത്തിൻ്റെ റേഡിയേറ്റർ അത് ചൂടാകുമ്പോൾ തണുപ്പിക്കണം. ഒരു മൊബൈൽ, ലാപ്ടോപ്പ് അത് ചൂടാകുമ്പോൾ അതിന് വിശ്രമം കൊടുക്കണം. അത് ഏത് ഉപകരണങ്ങളാണെങ്കിലും ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ചൂടാകാൻ പാടില്ല. ഒത്തിരി ചൂടായാൽ ഭക്ഷണപദാർത്ഥം കരിഞ്ഞു പോകും, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നശിച്ചു പോകും, കത്തിപ്പോകും. അതുകൊണ്ട് അതിനെല്ലാം ഒരു നിയന്ത്രിതമായ ചൂടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മോഡറേറ്റ് ലെവലിലാണ് ചൂടും തണുപ്പും ഒക്കെ നമ്മൾ ക്രമീകരിച്ച് വയ്ക്കുന്നത്. AC നമ്മൾ ക്രമീകരിച്ച് വയ്ക്കും. ആ തണുപ്പ് ഒത്തിരി താണുപോയാൽ, തണുപ്പിൻ്റെ അളവ് കൂടിപ്പോയാൽ അതെല്ലാം പ്രശ്നമാണ്. അതായത് ചൂട്, AC-യിൽ നിന്ന് ചൂട് കൂടുതൽ വന്നാൽ പ്രശ്നം, തണുപ്പ് കൂടുതൽ വന്നാൽ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും റൂം ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ AC-യുടെ തണുപ്പ് ക്രമീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു ഏതെങ്കിലും ഒരു സാധനം തേക്കാൻ ഉപയോഗിക്കുക, അയൺ ബോക്സ് ഉപയോഗിക്കുക. അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോഴും അതിനും ഒരു കണക്കുണ്ട്. അതിനനുസരിച്ച് ഓരോ വസ്ത്രത്തിനനുസരിച്ച് ആ ചൂട് ക്രമീകരിക്കും. കമ്പിളി വസ്ത്രത്തിൻ്റെ ചൂടല്ല പോളിസ്റ്ററിന് വേണ്ടത്, പോളിസ്റ്റർ വസ്ത്രത്തിൻ്റെ അല്ല കോട്ടണ് വേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമാണ്. ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അയൺ ബോക്സ് നമ്മൾ തുണി തേൽക്കുമ്പോൾ അത് കമ്പിളി വസ്ത്രത്തിൻ്റെ ചൂട്, അതേ ചൂട് തന്നെ സിൽക്കിനും, അതേ ചൂട് തന്നെ പോളിസ്റ്ററിനും ടെറിക്കോട്ടനും വേണമെന്ന, എല്ലാം ഒരുവന് കിട്ടുന്ന അതേ അനുഭവങ്ങളൊക്കെ നമുക്കും വേണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളെ ഒരു സന്തുലിതാവസ്ഥയിൽ, ഒരു സ്പെഷ്യൽ എക്വിലിബ്രിക് സ്റ്റേജിൽ എത്തിക്കുന്നു എന്നാണ് അർത്ഥം. കാരണം എന്ന് വെച്ചാൽ ആ തണുപ്പിക്കാനുള്ള തണുപ്പ് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. AC-യുടെയും കൂളറിൻ്റെയും തണുപ്പ് ക്രമീകരിക്കാൻ അറിയാവുന്ന, അയൺ ബോക്സ് ക്രമീകരിക്കാൻ അറിയാവുന്ന, മിക്സിയുടെ, വാഷിംഗ് മെഷീൻ്റെയും സ്പീഡ്, ടൈം സെറ്റ് ചെയ്യാൻ അറിയാവുന്ന നമുക്ക്, പക്ഷേ ആത്മാവിനെ, പ്രാണനെ തണുപ്പിക്കാനുള്ള ആ പദ്ധതി, അതിനുള്ള ആ ഹൃദ്യമായ തണുപ്പ്, ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മാവ് ചൂട് പിടിച്ചിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്, കത്തിക്കൊണ്ടിരിക്കുന്ന ചില അനുഭവമുണ്ട്.
ആത്മാവിനെ ചൂട് പിടിപ്പിക്കണം, പ്രാണനെ ചൂട് പിടിപ്പിക്കണം. പക്ഷേ ആ ചൂട് പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവികമായ കരുണയുടെ പരിലാളനയാകുന്ന ഒരു തണുപ്പ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ ഈ ന്യായപ്രമാണമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓർത്തോണം, ഇത് ഹൃദ്യമായി ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം വായിക്കുമ്പോൾ പലപ്പോഴും പലർക്കും ടെൻഷനായിട്ട് തോന്നും. ഫെലിക്സിൻ്റെയും ഫെക്സ്തോസിൻ്റെയും ഇവർ രണ്ടുപേരും രാജാക്കന്മാരാണ്. ഇവർ പൗലോസിനെ വിളിച്ച് ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചപ്പോൾ അവർ ചെയ്തതെന്ന് പറയുന്നത്, പെട്ടെന്ന് അവർ പ്രസംഗം നിർത്തിച്ചു. തടവുകാരനായ പൗലോസിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതം കാണാമെന്ന് വിചാരിച്ച അവരൊക്കെ പൗലോസിനെ വിളിപ്പിച്ചിരുന്നത്. പക്ഷേ പൗലോസ് ഈ ദിവ്യമായ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായി പ്രസംഗിച്ചപ്പോൾ അവർ ഭയന്നു. നീ ഇപ്പം നിർത്തിക്കോ, നിന്നെ പിന്നെ വിളിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ടെൻഷനായി പോകാറുണ്ട്. ചില ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ വളരെ നിരാശരാകാറുണ്ട്. ചില പ്രത്യേകമായ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്നിരിപ്പിൽ എരിഞ്ഞു തീരാറുണ്ട്. പ്രിയമുള്ളവരെ ഓർത്തോണം, അതാണ് ചിന്തിക്കേണ്ട കാര്യം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിലും അനുഗ്രഹത്തിൻ്റെ ഒരു തണുപ്പ്, നന്മയുടെ ഒരു തണുപ്പ്, സ്നേഹത്തിൻ്റെ ഒരു തണുപ്പ്, കരുതലിൻ്റെ ഒരു തണുപ്പ് അത് നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓർത്തോണം, ഈ ന്യായപ്രമാണ വാക്യങ്ങൾ ഓരോന്ന് വായിക്കുമ്പോൾ, തിരുവചന വാക്യങ്ങളൊക്കെ ഓരോന്ന് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമുണ്ടാകാറുണ്ട്, ശാന്തത ഉണ്ടാകാറുണ്ട്. ഈ സങ്കീർത്തന ഭാഗങ്ങൾ തന്നെ നമ്മളൊന്ന് ആവർത്തിച്ച് വായിച്ചു നോക്കിക്കും. ടെൻഷൻ ഒരുപാട് കുറയും, ഭാരങ്ങൾ ഒരുപാട് കുറയും, ബാധ്യതകൾ ഒരുപാട് കുറയും. ചില വായനകൾ തന്നെ ഓർത്തോണം, ചില വായനകൾ, അതായത് അനർഹമായ വായനകൾ, നമുക്ക് വേണ്ടാത്ത ചില വായനകൾ, ചില വർഗീയമായ എഴുത്തുകൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന എഴുത്തുകൾ, ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സ് നൊമ്പരപ്പെടുകയാണ്, മനസ്സിന് വല്ലാതെ ചൂട് പിടിക്കുകയാണ്. അതായത് ഒരു ഹോട്ടനിങ് പ്രോസസ്സിലേക്ക് പോകുകയാണ്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രയോജനമുണ്ടാക്കുവാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അനാവശ്യമായ ചൂടാകലാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ, കുറവുകളെ, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ, ഒത്തിരി നിരാശാജനകമായ വാർത്തകൾ, നമ്മൾ കേൾക്കാൻ അർഹതയില്ലാത്ത വാക്കുകൾ, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് ചുട്ടുപൊള്ളുന്നുണ്ട്. നമ്മുടെ പ്രഷർ കൂടും, ഷുഗർ കുറയും, കൊളസ്ട്രോളിന് മാറ്റങ്ങളുണ്ടാകും, ആന്തരിക അവയവങ്ങളെ സ്പർശിക്കും, അങ്ങനെ എല്ലാ രീതിയിലും പ്രശ്നമാണ്. ഇവിടെ ഹൃദയംഗമായിട്ട് പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്, എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിൽ മറ്റെന്ത് കിട്ടിയാലും പ്രിയമുള്ളവരെ, പണവും പ്രതാപവും ഒക്കെ കിട്ടിയാലും നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിലാക്കാൻ പറ്റത്തില്ല, ചിന്താധാരകളെ ശരിയാക്കാൻ പറ്റത്തില്ല, ആലോചനകളെ ശരിയാക്കാൻ പറ്റത്തില്ല. ആലോചനകൾ ശരിയാകണോ, ചിന്താധാരകൾ ശരിയാകണമോ, അത് ദൈവത്തിൽ നിന്നുള്ള ന്യായപ്രമാണത്തിൻ്റെ, അവൻ്റെ ന്യായത്തിൻ്റെ പ്രമാണം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പിന്നെ പറയുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. യഹോവയുടെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണ്. യഹോവയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണ സാക്ഷ്യമാണ്, അത് വിശ്വാസ്യമാകുന്നു. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സാക്ഷ്യമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലുള്ളത്. ലോകത്തിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പലരും പല സാഹചര്യങ്ങളിൽ അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ സാക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല കപട സാക്ഷ്യങ്ങളും ഉയർത്തി കാണിക്കുന്ന ലോകത്താണ് നിങ്ങൾ ഞാനുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കാം, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. വിശ്വാസ്യമാകുന്ന ആ സാക്ഷ്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ വിശ്വാസ്യതയുള്ളവരാകണം. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കണം, മറ്റുള്ളവരോട് വിശ്വസ്തത പുലർത്തണം. ഈ വിശ്വാസ്യമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടി ഹൃദയംഗമായിട്ട് ചിന്തിക്കണം. ഇത് വിശ്വാസ്യമാണെന്ന് പറയുന്നത് അവിശ്വാസികളുടെ ഇടയിൽ, വിശ്വസിക്കാൻ സാധിക്കാത്ത സാക്ഷ്യങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അത് ശ്രേഷ്ഠമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്, ശക്തമായി പറയുകയാണ്, മനസ്സിനെ തൊട്ടുകൊണ്ട് പറയുകയാണ്. നമുക്കതുകൊണ്ട് ഹൃദയംഗമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്തിൽ വിശ്വസിക്കാവുന്ന ഒരു സാക്ഷ്യമാണ് നിൻ്റെ പ്രമാണം. ഈ ലോകത്തിൽ പങ്കുവയ്ക്കാവുന്നൊരു സാക്ഷ്യമാണ്.
നമ്മളൊരു കാര്യം ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ, കേട്ട വാർത്ത പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് ഉറപ്പാണോ, അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കും. ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാക്കുകൾ നമ്മൾ പങ്കുവയ്ക്കത്തില്ല. ഇത് വിശ്വാസ്യമെന്ന് പറയുമ്പോൾ അത് ക്രെഡിബിലിറ്റി ഉള്ളതാണ്, വിശ്വസിക്കാവുന്നതാണ്, അത് പങ്കുവയ്ക്കാവുന്നതാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. സത്യമായി നമ്മൾ അറിഞ്ഞൊരു കാര്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. സത്യമായി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉൾക്കൊള്ളുന്നതിന് ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്, നമുക്കൊരു അഷുറൻസ് തരികയാണ്, നീ ഒന്നും വിഷമിക്കേണ്ട, ദൈവത്തിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമായിട്ടുള്ളതാണ്, അത് ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടിയ ഉറപ്പുള്ളതാണ്. ആ ഉറപ്പിൻ്റെ പാതയിലൂടെ മുൻപോട്ട് പോകണം. ആ ഉറപ്പിലൂടെ ഹൃദയബന്ധങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, ആത്മാവിനെ നിറവുള്ളവരാക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ആത്മസാക്ഷ്യം ഈ വലിയൊരു ആഹ്വാനത്തിലുണ്ട്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വീണ്ടും പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത തികവുള്ളതാണ്, പ്രാണനെ തണുപ്പിക്കുന്നതാണ്, വിശ്വാസയോഗ്യമാണ്. വീണ്ടും പറയുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാകുന്നു. ആധുനിക ലോകത്തിൽ ഉള്ള ജ്ഞാനം കൂടി കെടുത്തി കളയുന്ന പ്രമാണങ്ങളാണ് ഉള്ളത്. മനുഷ്യനെ മന്ദബുദ്ധിയാക്കുന്ന പ്രമാണങ്ങളാണ് ഉള്ളത്. ഒത്തിരി പഠിപ്പിക്കലുകളും ഒരുപാട് ഉപദേശങ്ങളും കൂടുന്നുണ്ട്. സിനിമകളായി, നാടകങ്ങളായി, ചരിത്ര വ്യാഖ്യാനങ്ങളായി, എഴുത്തുകളായി, അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് പക്ഷേ ബുദ്ധിമാനെ അല്പബുദ്ധിയാക്കുന്നതാണ്. ഇവിടെ പറയുന്നു, യഹോവയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാകുന്നു. ഇന്ന് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന പ്രൊസീജർ ഒരുപാടുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു അല്പബുദ്ധിയെ, ബുദ്ധി കുറഞ്ഞവനെ ജ്ഞാനിയാക്കുവാൻ തക്കവണ്ണം, ഓർമ്മ കൂട്ടുവാൻ തക്കവണ്ണം നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫലമൂലാദികൾ കൊടുക്കുന്നുണ്ട്, ഔഷധ ഗുണമുള്ള വസ്തുവകകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മി, വയമ്പ്, ജ്യോതിഷ്മതി ആദ്യമായിട്ടുള്ള സംഗതികൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബുദ്ധി കൂട്ടാവുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം, വിശ്വാസ്യമായ ന്യായപ്രമാണം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഇന്ന് പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന പ്രമാണങ്ങളല്ലേ ലോകത്തിലുള്ളത്. ജാതീയമായും വർഗീയമായും തമ്മിൽ തല്ലിക്കുന്ന പ്രമാണങ്ങൾ. ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, പലരും പഠിപ്പിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ദൈവം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യഹോവയുടെ ന്യായപ്രമാണം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണെന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും നൽകുന്ന ഉപദേശങ്ങൾ, വ്യാഖ്യാനങ്ങൾ, സന്ദേശങ്ങൾ, ഇതൊന്നും ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതാകരുത്, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതാകരുത്. ഹിറ്റ്ലറെ പോലെയുള്ളവരുടെ ഉപദേശങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കി. മുസോളിനിയുടെ ഉപദേശങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നാശത്തിന് ഹേതുവായി തീർന്നു. പോൾപോട്ടിനെ പോലെയുള്ളവർ, ഈദി അമീനെ പോലെയുള്ളവർ തങ്ങളുടെ ഭരണത്തിലൂടെയും ഭരണസംഹിതയിലൂടെയും ആൾക്കാരെ കൊന്നൊടുക്കി, പച്ച ജീവനെ ഞെരിച്ചു കൊന്നു. നമ്മളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഓർക്കാം, ജീവനുള്ള ദൈവമേ, നിന്റെ പ്രമാണങ്ങൾ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുകയാണ്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന പ്രോസസ്സ് അത് കൗൺസിലിങ്ങിലൂടെയോ മോഡേൺ ചികിത്സയിലൂടെയോ മാത്രമൊന്നും പറ്റത്തില്ല. ഒരല്പബുദ്ധിയെ ജ്ഞാനിയാക്കാൻ എടുക്കുന്ന ഒത്തിരി പ്രോസസ്സുകളുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായ ട്രെയിനിങ് വേണം, കൗൺസിലിംഗ് ടെക്നോളജീസ് വേണം, ബുദ്ധിശക്തിയുടെ ട്രെയിനിങ്ങുകൾ വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇവിടെ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സങ്കേതപ്പെടാം. സർവശക്ത, നിൻ്റെ പ്രമാണങ്ങൾ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണല്ലോ. തീർച്ചയായിട്ടും എനിക്കും ബുദ്ധിയിൽ അല്പത്വമൊക്കെ ഉണ്ട്. നമ്മളും സമ്മതിക്കണം, ബുദ്ധിയിൽ അല്പത്വമുണ്ട്. അല്പന്മാരാ, അജ്ഞന്മാരാ നമ്മൾ അജ്ഞന്മാരാണെന്ന് ഹൃദയംഗമായിട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ ആ അജ്ഞതയെ മാറ്റുവാനും അല്പത്വം മാറ്റുവാനും ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അതിന് അനുഭവങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ആ പദ്ധതിയുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയോ നാഥ, എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. ദൈവത്തിൻ്റെ പ്രമാണം, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി
വില മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകണം. 19 സങ്കീർത്തനം 7 വാക്യത്തിൽ നമ്മൾ വായിച്ചു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരല്പബുദ്ധിയെയും അല്പബുദ്ധിയായിട്ട് നമ്മൾ കാണണ്ട. നമ്മളുടെ മക്കൾ അല്പബുദ്ധികളാണെങ്കിൽ, സഹോദരങ്ങൾ മന്ദബുദ്ധികളാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ അറിയാത്തവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, ജീവിക്കാൻ അറിയാത്തവരെയും പ്രവർത്തിക്കാൻ അറിയാത്തവരെയും ശക്തമാക്കുന്ന ജ്ഞാനത്തിൻ്റെ വീജികൾ യഹോവയുടെ ന്യായപ്രമാണത്തിലുണ്ട്. ഈ അല്പബുദ്ധി എങ്ങനെ ജീവിക്കാൻ പഠിക്കും? എൻ്റെ തലമുറ എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ സഹോദരങ്ങൾ എങ്ങനെ ഉന്നതിയെ പ്രാപിക്കും? എൻ്റെ ശിഷ്യഗണങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് കടമെടുത്ത സന്ദേശങ്ങൾ നമ്മുടെ ജീവിത സാക്ഷ്യമായി നമ്മൾ സന്നിവേശിപ്പിച്ചാൽ, സംവേദിപ്പിച്ചാൽ തീർച്ചയായിട്ടും അല്പബുദ്ധി പോലും ജ്ഞാനിയായിത്തീരും. അങ്ങനെ ചെയ്താൽ അല്പബുദ്ധി പോലും പ്രകാശിതനായിത്തീരും. ആ ഒരു അനുഭവത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.